ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ബഡ്ജറ്റ് 2019-2020 ആണ്. സോ ബഡ്ജറ്റിൽ എന്തൊക്കെ നോക്കണം, എങ്ങനെ നോക്കണം എന്നായിരിക്കും ഞാനത് പറയുന്നത്. ഓക്കെ, സോ നിർമ്മല സീതാരാമൻ ആണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അല്ലേ. സോ വിമൻ ഫിനാൻസ് മിനിസ്റ്റർ ആദ്യമായിട്ടാണ് നമുക്കൊരു വിമൻ ഫിനാൻസ് മിനിസ്റ്റർ ഉള്ളത്. ആൻഡ് ഷീ ഈസ് നൺ അതർ ദാൻ നിർമ്മല സീതാരാമൻ. സോ നിർമ്മല സീതാരാമൻ നമ്മൾ ബഡ്ജറ്റ് പഠിക്കുമ്പോൾ ഇന്ത്യൻ ബഡ്ജറ്റ് ആയാലും കേരള ബഡ്ജറ്റ് ആയാലും ഓക്കെ, രണ്ട് ബഡ്ജറ്റ് ആയാലും സ്പീച്ച് എടുത്ത് വെച്ച് വേണം പഠിക്കാൻ. ബിക്കോസ് കുറച്ച് കാര്യങ്ങൾ സ്പീച്ചിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒട്ടും സമയമില്ലാത്തവർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്ലിംസ് കിട്ടും. അത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നറിയില്ല, വാജിറാം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇതിൻ്റെ ഗ്ലിംസ് കിട്ടും. അത് നോക്കി പഠിച്ചാലും മതി. സോ നമ്മുടെ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്ത ദിവസം എന്നാണ്? ജൂലൈ 5, 2019. സാധാരണ ഏത് മാസത്തിലാണ് കൊണ്ടുവരുന്നത്? അത് എഴുതിക്കാം. അപ്പോൾ എന്തുകൊണ്ട് ഈ ജൂലൈ 5 വന്നു? ഗവൺമെൻറ് ഫോം ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്തു. ഓക്കെ, സോ ഇത് പറയുന്നതെന്ന് വെച്ചാൽ റീസെൻറ്റ് ഇലക്ഷൻ്റെ കാര്യം പറയുന്നു. ഇന്ത്യ സെലിബ്രേറ്റഡ് ഡെമോക്രസി 67 വോട്ടർ ടേൺ ഔട്ട് എന്ന് വെച്ചാൽ എത്ര ആൾക്കാർ വോട്ട് ചെയ്യാൻ ചെന്നു, അതാണ് വോട്ടർ ടേൺ ഔട്ട്. അതെന്ന് പറയുന്നത് 67.9% ആണ്, ഹയസ്റ്റ് ആണ്. ഓക്കെ, സോ 67.9% ആയതുകൊണ്ടാണ് വോട്ടർ ടേൺ ഔട്ട് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത്. എല്ലാവരും പോയി വോട്ട് ചെയ്തു എന്നുള്ളതാണ് അത്. പിന്നെ എന്ന് പറയുന്നത് പുട്ടിംഗ് ദ നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഫേം മാൻഡേറ്റിനെ കുറച്ചുകൂടി റീഅഫേം ചെയ്തു. പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് വാലിഡേറ്റഡ് 2 ഗോൾസ്. ഒന്ന് നാഷണൽ സൊസൈറ്റിക്ക് വേണ്ടി, പിന്നെ 2 എക്കണോമിക് ഗ്രോത്ത്. വോട്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് 2 കാര്യങ്ങളാണ് ഒരു സിറ്റിസൺ ചെയ്യുന്നത്. ഒന്ന് നാഷണൽ സൊസൈറ്റി, 2 എക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, സോ അതിനുശേഷം അവർ പറയണം ഒരുപാട് സെൻട്രൽ സ്റ്റേറ്റ് ഡൈനാമിക് കോപ്പറേറ്റീവ് ഫെഡറലിസം, GST കൗൺസിൽ, സ്ട്രൈഡൻറ്റ് കമ്മിറ്റി ടു ഫിസിക്കൽ ഡിസിപ്ലിൻ. അങ്ങനെ ഫിസിക്കൽ ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങളായാലും ഫിസിക്കലായിട്ടുള്ള ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ റിഫോം, പെർഫോം, ട്രാൻസ്ഫോം, അതാണ് അവരുടെ പ്രിൻസിപ്പിൾ. ഓക്കെ, on many programs initiatives we had worked on unprecedented scale. Average amount spent on food security double ചെയ്തിട്ടുണ്ട്. പിന്നെ number of patents issue ചെയ്തത് more than tripled in the 2017-18 as against the number of patents issued in 2014. Last mile delivery, okay, ഇതൊക്കെയാണ് പറയുന്നത്. മെഗാ പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്, അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട. ഓക്കെ, ഇത് ഇനി ഇവരുടെ വിഷൻ എന്നുള്ളതാണ്. നമ്മുടെ അപ്രോക്സിമേറ്റ്ലി 1.85 ട്രില്യൺ US ആണ് നമ്മുടെ എക്കണോമി 2014 5 വർഷത്തിന് ശേഷം US$ 2.7 ട്രില്യൺ ആയിരിക്കുകയാണ്. $5 ട്രില്യണിൽ എത്താനാണ് നോക്കുന്നത്. ഓക്കെ, സോ ഇന്ററിം ബഡ്ജറ്റ് ഓഫ് 2019-20 പ്രസിഡന്റ് ഫെബ്രുവരി 19 അവരാണ് വിഷൻ ഓഫ് ഡിക്കേഡ് കൊണ്ടുവന്നത്. ഇവർ തന്നെയാണ് ഇന്ററിം ബഡ്ജറ്റ് 2019-20 ഫെബ്രുവരിയിൽ പ്രസന്റ് ചെയ്തത്. അതിനുശേഷമാണ് ഈ ബഡ്ജറ്റ് കൊണ്ടുവന്നത്. സോ ഒരു വിഷൻ ഫോർ ദ ഡിക്കേഡ് ആണ്. ആ വിഷന്റെ എന്തൊക്കെയാണെന്നൂടെ പറയാണ്. ഒന്ന് ബിൽഡിംഗ് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, 2 ഡിജിറ്റൽ ഇന്ത്യ റീച്ചിങ് എവറി സെക്ടർ ഓഫ് ദ എക്കണോമി, 3 പൊല്യൂഷൻ ഫ്രീ ഇന്ത്യ. ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ച് പോവാം. അപ്പം നമ്മൾ ഒരു എസ്സേ എഴുതുമ്പോൾ, എക്കണോമിക്സിൻ്റെ ഏതെങ്കിലും എസ്സേ എഴുതുമ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ വരുത്തുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ എസ്സേ പോയിന്റ് വാരി കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യത്തെ പറ്റി, മൈനിങ്ങിനെ പറ്റി പറയണമെങ്കിൽ എങ്ങനെയാണ് ഫിസിക്കൽ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, എങ്ങനെയാണ് ഡിജിറ്റൽ ഇന്ത്യ ആ ഒരു ഇത് കൊണ്ടുവരാൻ പറ്റുമോ, പിന്നെ പൊല്യൂഷൻ ഫ്രീ ഇന്ത്യ കൊണ്ടുവരാൻ പറ്റുമോ, MSME, സ്റ്റാർട്ടപ്പ് മാനുഫാക്ചറിങ്, ഡിഫൻസ് മാനുഫാക്ചറിങ്, ഓട്ടോമൊബൈൽസ്, അതിന് വല്ലതും നോക്കാം. പിന്നെ വാട്ടർ മാനേജ്മെന്റ്, ബ്ലൂ എക്കണോമി, സ്പേസ് പ്രോഗ്രാം, സെൽഫ് സഫിഷ്യൻസി, ഹെൽത്തി സൊസൈറ്റി, ടീം ഇന്ത്യ വിത്ത് ജൻ ഭഗീരഥി, മിനിമം ഗവൺമെന്റ്, മാക്സിമം ഗവർണൻസ്. ഇത് ഇത്രയാണ് ഇവരെ വിഷൻ. അവർ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യനെ ഒരു കുറച്ചുകൂടി ഹയർ റിസർവ് കൊണ്ടുവരാനാണ് താല്പര്യം. $3 ട്രില്യൺ ആവുമെന്നാണ് നമ്മുടെ ഫോക്കസ്. ഓക്കെ, നൗ 6th ലാർജസ്റ്റ് ആണ്, അറിയാലോ, 6th ലാർജസ്റ്റ് എക്കണോമി ആണ് നമ്മൾ. 5 വർഷം മുന്നേ അത് 11ാമത്തെ പൊസിഷൻ ആയിരുന്നു. പർച്ചേസിംഗ് പവർ പാരിറ്റി ടേംസിൽ നമ്മൾ 3rd ലാർജസ്റ്റ് എക്കണോമി ആണ്, only next to China and USA. അപ്പോൾ എന്താണ് പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് അറിയണം. ഓക്കെ, ചൈനയ്ക്കും USA ക്കും ശേഷം ഇന്ത്യയാണ് 3ാമത്.
To attain this, and അപ്പോൾ ഈ ഒരു ഫാക്ട്, ഈ എട്ടാമത്തെ പാരാഗ്രാഫ് ഫുൾ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ അത് നോക്കിയേക്കാം. അടുത്തത്, while this being changed to മുദ്ര ലോൺസ് ഒക്കെ വെച്ചിട്ട് ബാങ്ക്രപ്സി, ഇന്റർ ടാക്സേഷൻ ഒക്കെ കൊണ്ടുവരാൻ മാറ്റുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. 55 years for Indian economy to reach $1 trillion. But when the country and her people are filled with Asha, Vishwas, and Agamsha, that is when hearts are filled with hope, trust, and aspiration, we in 5 years added $1 trillion. So we are nearing $3 trillion level. So അതിന് ആവശ്യമൊന്നുമില്ല, ചുമ്മാ തള്ളുകളാണ് ഇതൊക്കെ. ഓക്കെ, India's private sector industry, small, medium, large, അതൊക്കെ ഭയങ്കര റോള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്വദേശിയാണ് നമ്മൾ ഇൻഡിപെൻഡൻസിന് മുന്നേ ഉണ്ടെന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ ആണ് കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, പോളിസി പാരാലിസിസ്, ലൈസൻസ് കോട്ട കൺട്രോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഇന്ത്യ ജോബ് ക്രിയേറ്റേഴ്സ് ആണ്. ബിക്കോസ് നമ്മളിവിടെ ഇഷ്ടംപോലെ കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കണക്ടിവിറ്റി ആണ് ഏറ്റവും കൂടുതൽ ലൈവ്ലിഹുഡ്. അപ്പോൾ കണക്ടിവിറ്റിക്ക് ബേസ് ചെയ്ത് വരുന്നതാണ് ഇതൊക്കെ. Pradhan Mantri Gram Sadak Yojana, industrial corridors, dedicated freight corridors, Bharat Mala, Sagar Mala. ഇതൊക്കെ കണക്ടിവിറ്റി, ജൽ മാർഗ് വികാസ്, ഉഡാൻ സ്കീംസ്. അപ്പോൾ ഇത് ഇത്രയും കണക്ടിവിറ്റിയെ ബേസ് ചെയ്ത് വരുന്ന സ്കീംസ് ആണ്. അപ്പോൾ കണക്ടിവിറ്റിനെ പറ്റി എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഗവൺമെന്റ് ഇന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: പ്രധാൻ മന്ത്രി ഗ്രാം സഡക് യോജന, ഇൻഡസ്ട്രിയൽ കോറിഡോർസ്, ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർസ്, ഭാരത് മാല, സാഗർ മാല പ്രോജക്ട്സ്, ജൽ മാർഗ് വികാസ്, ഉഡാൻ സ്കീംസ്. ഇതൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് എഴുതാം. Industrial corridors would improve infrastructure. Dedicated freight corridors would mitigate the congestion for railway network, befitting our common man. Common man വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. പിന്നെ ഭാരത് മാല എന്തൊക്കെയാണ്? നാഷണൽ റോഡ് കോറിഡോർസും ഹൈവേസുമാണ്. സാഗർമാല എന്തിനാണ്? പോർട്ട് കണക്ടിവിറ്റി, മോഡേണൈസേഷൻ, പോർട്ട് ലിങ്ക്ഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഓക്കെ, ഇതൊക്കെ വൺ വേർഡിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇത് വായിക്കും, മനസ്സിലായില്ലേ? അടുത്തത് വാട്ടർവേസ് ആണ് ഏറ്റവും ചീപ്പ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ, വാട്ടർവേസ് ആണ് ഏറ്റവും ചീപ്പ് മോഡ്. മാത്രമല്ല എനർജിയും കുറച്ച് മതി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫീസ് വളരെ കുറഞ്ഞ് ഇത് വെച്ച് നമുക്ക് കൂടുതൽ യാത്ര ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് ശരിക്കും പിന്നെ വാട്ടർവേസിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷേ പൊല്യൂഷൻ ഫ്രീ ആയിട്ടൊരു വാട്ടർവേ ഡെവലപ്മെന്റ് ആണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. ഓക്കെ, അടുത്തത് ദിസ് ഇനിഷ്യേറ്റീവ്സ് വിത്ത് ലോജിസ്റ്റിക്സ് ഡെവലപ്മെന്റ്. അതായത് വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്, എയർ ട്രാൻസ്പോർട്ട് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, റോഡ് ട്രാൻസ്പോർട്ട് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളെ ഈ ട്രാൻസ്പോർട്ടും ബിസിനസ്സും തമ്മിലുള്ള ലിങ്ക് ആണ് ലോജിസ്റ്റിക്സ്. അതായത് ബിസിനസ്സിൽ നിന്ന് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയും ഇറക്കുകയും, ഇപ്പോൾ പോർട്ടിൽ വന്ന് ഇറക്കിയിട്ട് അവിടെ നിന്ന് പിന്നെ ലോജിസ്റ്റിക്സ് ആണ് ചെയ്യുന്നത്. അതായത് കാർഗോനെ ഇന്ന പ്ലേസ് വെച്ചിട്ട് അതിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ബിസിനസ്സിലേക്ക് കൊണ്ടുപോകാം. അത് ലോജിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഈ ലോജിസ്റ്റിക്സിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്പോർട്ടർ കോസ്റ്റ് കുറയും, കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് കൂടും. ഓക്കെ, ഉഡാൻ സ്കീം എന്ന് പറയുന്നത് എയർ കണക്ടിവിറ്റി ടു സ്മോളർ സിറ്റീസ് കൊണ്ടുവരാണ്. സോ റൂറൽ അർബൻ ഡിവൈഡ്, ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് റൂറൽ ആൾക്കാർ കുറച്ചല്ലേ ഉപയോഗിക്കും. സോ അവർക്കും യൂസബിൾ ആയിട്ട് ഏറ്റവും വളരെ ഫീസ് കുറച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ തേർഡ് ലാർജസ്റ്റ് ഡൊമസ്റ്റിക് ഏവിയേഷൻ മാർക്കറ്റ് ആണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ എയർക്രാഫ്റ്റ് ഫൈനാൻസിങ്ങിലും ലീസിങ് ആക്ടിവിറ്റീസിലും ഇന്ത്യക്ക് പോവാം. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏവിയേഷൻ ഇൻഡസ്ട്രിയെ നമ്മുടേതായി സെൽഫ് റിലയൻ്റ് ആക്കാനും ഒരുപാട് ജോബ്സ് ക്രിയേഷൻ ചെയ്യാനും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാനും വേണ്ടിയിട്ടാണ്. അതാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ്, ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെന്റർ, ഇതൊക്കെ അതിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെന്റർ കൊണ്ടുവരുന്നുണ്ട്. അടുത്തത് മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ ഇൻഡസ്ട്രി. അതിൻ്റെ ഒരു എക്കോസിസ്റ്റത്തിന് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ ഫോർ മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ ഇൻഡസ്ട്രി, ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് അഡ്വാൻറ്റേജസും പൊട്ടൻഷ്യലും എടുത്ത് സെൽഫ് റിലയൻസ് ഇൻ വൈറ്റൽ ഏവിയേഷൻ സെഗ്മെന്റ്. മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ ഇൻഡസ്ട്രിയിൽ അത് ഏവിയേഷൻ സെഗ്മെന്റിനെയാണ്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ ഇന്ത്യ സെൽഫ് റിലയൻ്റ് ആകണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു സൂട്ടബിൾ പോളിസി ഇൻ്റർവെൻഷൻ കൊണ്ടുവരും. അടുത്തത് ന്യൂ മെട്രോ റെയിൽ പോളിസീസ് ആണ്. 300 കിലോമീറ്ററിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആവുമ്പോൾ 657 കിലോമീറ്റർ ഓഫ് മെട്രോ റെയിൽ നെറ്റ്വർക്ക് ഹാസ് ബിക്കം ഓപ്പറേഷണൽ അക്രോസ് ദ കൺട്രി. ഓക്കെ, 657 കിലോമീറ്റർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് ആ ഡിജിറ്റ്. 657 കിലോമീറ്റർ ആണ് ഇപ്പം നമുക്ക് കറൻ്റ്ലി മെട്രോ റെയിൽ നെറ്റ്വർക്ക് മൂലം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ്.
India's first indigenously developed payment ecosystem, National Common Mobility Card. അത് ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ മാർച്ച് 2019 ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ത് ചെയ്യും? ഒരുപാട് മൾട്ടിപ്പിൾ കൈൻഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്, അതായത് നമുക്കിപ്പം റോഡിൻ്റെ ടോൾ അടയ്ക്കുന്നത്, പിന്നെ ചില ഏരിയാസിൽ ഗവൺമെൻറ് ഓൺഡ് സ്ഥാപനത്തിൽ നിന്ന് സാധനം വാങ്ങുന്നത്, ഇതെല്ലാം കൂടി ഈ ഒരു കാർഡിൽ നിന്ന് നമുക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ പാർക്കിംഗ് ചാർജസ്, റീറ്റെയിൽ ഷോപ്പിംഗ്, ഈവൻ നമുക്ക് അതിൽ നിന്ന് മണി വരെ വിഡ്രോ ചെയ്യാം. ഇത് റൂപേ കാർഡിൻ്റെ ഇതിലായിരിക്കും ഇൻറ്ററോപ്പറബിൾ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 17th പാരഗ്രാഫ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ച് പഠിച്ചു. എന്താണ് NCMC, നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ്? നമ്മളെ ഇന്ത്യ തന്നെ ഇൻഡിജീനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത പേയ്മെൻറ്റ് എക്കോസിസ്റ്റം ഫോർ ട്രാൻസ്പോർട്ടാണ്, ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. മാർച്ച് 2019 ഇനാഗ്രേറ്റ് ചെയ്തത്. അടുത്തത് phase 2 ഓഫ് ഫെയിം സ്കീം. ഫെയിം എന്ന് വെച്ചാൽ അറിയാലോ, നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് ഫെയിം സ്കീം. ഫെയിമിൻ്റെ ഫുൾ ഫോം ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് യുവർ ടാസ്ക് ഫോർ ദ ഡേ. Okay, following the approval of the cabinet with an outlay of 10,000 crore for a period of 3 years, 3 വർഷത്തേക്ക് 10,000 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. അത് April 1 തൊട്ട് 2019 തൊട്ടാണ് കമൻസ് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ഫാസ്റ്റർ ആയിട്ട് അഡോപ്ഷൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇലക്ട്രിക് വെഹിക്കിൾസ് വരുമ്പോൾ എന്തൊക്കെയാണ് ഗുണം? ഒന്ന്, നമുക്ക് പൊല്യൂഷൻ കുറയും. രണ്ട്, നമുക്ക് കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബസ്സിനൊക്കെ നല്ല വില ആയിരിക്കും. ഈ വെഹിക്കിൾസ് വരുന്ന ഓട്ടോസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഓട്ടോയുടെ പേരെന്താ കേരളയിലെ ഈ ഓട്ടോയുടെ? അതും കമൻറ്റ് ചെയ്യുക അറിയാവുന്നവർ. ഓക്കെ, എനിക്കറിയാം, നിങ്ങളെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അതിനകത്തൊരു ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയാണ് അത് ഇനാഗ്രേറ്റ് ചെയ്തത്, ഈ ഓട്ടോ. അപ്പോൾ ഈ ഓട്ടോയിലൊക്കെ വളരെ വിലക്കുറവായിരിക്കും. അതായത് 100 കിലോമീറ്ററിന് ഏകദേശം എത്രയോ രൂപയാവുള്ളൂ, വളരെ കുറച്ച് രൂപയാവുള്ളൂ. 100 കിലോമീറ്റർ ഓട്ടോയിൽ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യണമെങ്കിൽ എത്ര രൂപയാവുള്ളൂ, എത്രയാണെന്ന് മറന്നുപോയി. ഓക്കെ, സോ അത് അത്രയും എന്താ പറയുക, വെരി മച്ച്, അതായത് ബസ്സിൽ പോകുന്നതിനേക്കാളും വിലക്കുറവായിരിക്കും ഈ ഓട്ടോയിൽ കൂടെ പോകുമ്പോൾ, ഈ ഓട്ടോ, ഇലക്ട്രിക് ഓട്ടോ. ഓക്കെ, അഡ്വാൻസ് ബാറ്ററിയും രജിസ്റ്റേർഡ് വെഹിക്കിൾസിന് മാത്രമേ ഇൻസെൻറ്റിവൈസ് ആവുള്ളൂ. അപ്പോൾ അഫോർഡബിളും എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിയുമായ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ഫെയിം സ്കീമിൻ്റെ phase 2. ആദ്യത്തെ phase 1 എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആൾക്കാർ വെഹിക്കിൾസ് വാങ്ങുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ phase 2 എന്ന് പറയുമ്പോൾ എന്താണ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ്. അടുത്തത്, ഗവൺമെൻറ് will carry out a comprehensive restructuring of national highway program to ensure that national highway grid of desirable length and capacity is created using financeable model. അതായത് ഒരു നാഷണൽ ഹൈവേ പ്രോഗ്രാമിന് റീസ്ട്രക്ചർ ചെയ്തിട്ട് നാഷണൽ ഹൈവേ ഗ്രിഡിനെ എൻഷുർ ചെയ്യാണ് ഒരു ലെങ്ത്തും ഡിസയർ കപ്പാസിറ്റിയും കൊണ്ടുവരാനുള്ള ഒരു ഫിനാൻസിബിൾ മോഡൽ. ഫിനാൻസിബിൾ മോഡൽ എന്ന് വെച്ചാൽ എന്താണ്? ബഡ്ജറ്റിൽ നിൽക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ്. അങ്ങനെയാണ് after the completing of phase 1 of Bharatmala, state will be helped to develop state road network. So ഭാരത്മാല എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേസിനാണ്. അതിനുശേഷം phase 1 കഴിഞ്ഞ് phase 2ലേക്ക് സ്റ്റേറ്റ് റോഡ് നെറ്റ്വർക്ക്സിനും സെൻട്രലിന് ഹെൽപ്പ് കിട്ടും എന്നാണ് പറയുന്നത്. അവർ ഇൻലാൻഡ് വാട്ടർ വേസിന് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ഇൻലാൻഡ് കാർഗോ മൂവ്മെൻറ്റ്, അതായത് ഇപ്പോൾ വാട്ടർ വേ, ഇപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ഇവിടെ ഒരു റിവർ, ഇവിടെ കുറച്ച് റോഡ്, ഇവിടെ കുറച്ച് മല, അപ്പുറത്ത് റോഡ്. ഓക്കെ, സോ അപ്പോൾ ഈ റോഡും പിന്നെ ഇവിടെ നിന്നൊരു ഏവിയേഷനും പിന്നെ ഇവിടെ നിന്നൊരു വാട്ടർ വേ, ഇതിൻ്റെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വളരെയധികം കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് മേജർ പോർഷൻ ഇപ്പോൾ ബിസിനസ്സിൻ്റെത് ട്രാൻസ്പോർട്ടേഷൻ ചിലവിലാണ് പോകുന്നത്. അപ്പോൾ അത് പോവാതിരിക്കാനായിട്ട് ഒരു ഇൻ്റർ കണക്റ്റീവ് മോഡൽ കൊണ്ടുവരികയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ് ജൽമാർഗ് വികാസ് പ്രൊജക്റ്റ് കൊണ്ടുവന്നത്. ഗംഗയുടെ നാവിഗേഷണൽ കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അത് മൾട്ടി മോഡൽ ടെർമിനലാണ്. അത് വാരണാസിയിൽ ഫങ്ഷണലായി November 2018. അതുപോലത്തെ 2 എണ്ണം സാഹിബ്ഗഞ്ചും ഹാൽദിയയിലും, ആൻഡ് എ നാവിഗേഷൻ ലോക്ക് അറ്റ് ഫറാക്ക. അത് രണ്ടും വരും, സാഹിബ്ഗഞ്ചും ഹാൽദിയയിലും, പിന്നെ ഒരു നാവിഗേഷൻ ലോക്ക് അറ്റ് ഫറാക്ക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. The movement of cargo volume of Ganga is estimated to increase by nearly 4 times. 4 times ആയിട്ട് ഇൻക്രീസ് ചെയ്യും 4 വർഷം കൊണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഫ്രൈറ്റ്, പാസഞ്ചർ, ഇമ്പോർട്ട് ഇതെല്ലാം കുറയും. ഓക്കെ, സോ നമ്മൾ 5 പേജ് തീർത്തിരിക്കുകയാണ്. ഓക്കെ,
സോ ഞാനൊരു ടോപ്പിക് എടുക്കുമ്പോൾ ഒരു ബുക്ക് പഠിക്കാൻ എടുക്കുമ്പോൾ അത് മൊത്തം പേജ് നോക്കും. ഇപ്പോൾ ഇതിൽ 66 പേജാണുള്ളത്. സോ 66 പേജ് എന്ന് പറയുമ്പോൾ 66 പേജിന് 6 ദിവസമായിട്ട് പഠിക്കാൻ നോക്കും. ഇപ്പോൾ എത്ര ദിവസം നോക്കും, അപ്പോൾ 6 ദിവസം നമുക്ക് എടുക്കാം. 11 പേജ് വീതം ഡെയിലി പഠിച്ചാൽ മതി. ഓക്കെ, രാവിലെ ഒരു 5 പേജ്, വൈകുന്നേരം ഒരു 6 പേജ്, അപ്പോൾ തീരും. ഓക്കെ, ദിസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ വുഡ് നീഡ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 50 lakh crore. 50 ലക്ഷം കോടിയാണ് വേണ്ടത് 2018-30. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ റെയിൽവേസിൻ്റെ ഔട്ട്ലേസ് 1.5 to 1.6 lakh crore per annum ആവും. സാങ്ഷൻ പ്രോജക്ട്സ് ഡിഗ്രി. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ആണ്. ഫാസ്റ്റർ ഡെവലപ്മെൻറ്റും ട്രാക്ക് കംപ്ലീഷനും ഒക്കെ. അതാണ് നമ്മുടെ IRCTCക്ക് നമ്മൾ റെയിൽവേ പ്രൈവറ്റൈസ് ചെയ്യുന്ന ഒരു ഭാഗമായിട്ടാണ് അവർക്ക് കൊടുത്തത്. അതുപോലെ ഇനിയും പ്രൈവറ്റ് സംഭവങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് ആ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിൽ വരാനുണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് റെയിൽവേ ബജറ്റും ജനറൽ ബജറ്റും കൂടി ഒരുമിച്ചത് ഏത് വർഷമാണെന്ന് നോക്കണം. ഏത് കമ്മിറ്റി പ്രകാരമാണ് ജനറൽ ബജറ്റും റെയിൽവേ ബജറ്റും മാറിയെന്നും അറിയണം. ഓക്കെ, സോ അത് രണ്ടും അറിഞ്ഞിരിക്കണം. ആൻസർ ഒന്നും വരില്ല, നിങ്ങൾ അതൊക്കെ കണ്ടുപിടിക്കണം. Okay, to take connectivity infrastructure to next level, one nation one grid പദ്ധതിയാണ്. അതായത് പവർ കണക്ടിവിറ്റിക്ക് വേണ്ടി one nation one grid. ഓക്കെ, സോ അത് എല്ലാ അഫോർഡബിൾ റേറ്റ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ഏരിയയിൽ കുറവാണെങ്കിൽ മറ്റു ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യാം, ആഡപ്പ് ചെയ്യാം. ചില ഏരിയസിൽ കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി കൂടുതലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഇല്ലാത്ത ഏരിയാസിലേക്ക് കൊടുക്കാൻ പറ്റും one nation one grid വരുമ്പോൾ. പിന്നെ ഹൈ ലെവൽ എംപവേർഡ് കമ്മിറ്റി on retirement on old and inefficient plants. ഗ്യാസ് പ്ലാന്റ് കപ്പാസിറ്റി, അതായത് നാച്ചുറൽ ഗ്യാസ് കുറവാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹൈ ലെവൽ എംപവേർഡ് കമ്മിറ്റി ഉണ്ടാവും. ഓൾഡും ഇൻഎഫിഷ്യൻറ്റ് പാർട്സിനെ പ്ലാന്റിനെ പറ്റി അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്. അടുത്തത് ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന. ഡിസ്കോംസിന് വേണ്ടി ടേൺ അറൗണ്ട്, ഫിനാൻഷ്യൽ ഓപ്പറേഷണൽ ടേൺ അറൗണ്ട് എങ്ങനെ ഉപയോഗിക്കണം, അത് 2015 ലോഞ്ച് ചെയ്തത്. ഇങ്ങനെ ഇതിനെ ഇംപ്രൂവ് ചെയ്യാമെന്ന് ഗവൺമെൻറ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Besides the structural reforms, considerable reforms are needed in tariff policies. Okay, പവർ സെക്ടറിൽ താരിഫും സ്ട്രക്ചറൽ റിഫോംസും ശരിക്കും ആവശ്യമാണ്. അപ്പോൾ അത് വീണ്ടും അനൗൺസ് ചെയ്യും, അതാണ് ഡിസ്കോം. ഓക്കെ, it is proposed that several reform measures would be taken up to promote rental housing. Current rental laws എന്ന് പറയുന്നത് വളരെ അരക്കയൊക്കെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ലെസ്സറും ലെസ്സിയും. ലെസ്സർ എന്ന് വെച്ചാൽ എന്താ അറിയാലോ, ലെസ്സർ എന്ന് വെച്ചാൽ ലീസിന് കൊടുക്കുന്ന ആൾ, ലെസ്സി എന്ന് വെച്ചാൽ ആ സാധനം വാങ്ങുന്ന ആൾ. മീൻസ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ റെന്റ് കൊടുക്കുന്ന ആൾ, ഇത് റെന്റിന് താമസിക്കുന്ന ആൾ. ഓക്കെ, സോ മോഡൽ ടെനൻസി ലോ എന്ത് ചെയ്യും, ഫൈനലൈസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ, അത് ഓഗസ്റ്റ് കറണ്ട് അഫയേഴ്സിലുണ്ട്, ഓഗസ്റ്റിന്റെ വിഷൻ IASലുണ്ട്. Large public infrastructure can be built on land parcels held by central ministries and central public sectors. അതായത് ചില ഏരിയാസിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, സെൻട്രൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ കുഞ്ഞു ലാൻഡ് അവിടെ ആയിരിക്കണം. അപ്പോൾ അവിടെ കുറച്ചുകൂടി ഡെവലപ്മെന്റ് കൊണ്ടുവന്ന് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാനാണ് നോക്കുന്നത്. Okay, so അടുത്തത്, for ease to access to credit for MSME, government has introduced providing a loan up to 1 crore for MSME within 59 minutes. Okay, so 59 minutes കൊണ്ട് 1 കോടി രൂപയുടെ ലോൺ MSME സെക്ടറിന് കിട്ടുന്ന രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം എന്ന് വെച്ചാൽ കുറച്ച് ഇൻട്രസ്റ്റ് ഗവൺമെൻറ് അടയ്ക്കും, കുറച്ച് ഇൻട്രസ്റ്റ് നമ്മൾ അടച്ചാൽ മതി. അപ്പോൾ അങ്ങനത്തെ MSMEക്ക് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് 350 കോടി രൂപ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 2% ഇൻട്രസ്റ്റ് ഇൻ സബ്വെൻഷൻ. അതായത് ഇപ്പോൾ മൊത്തം 10% ആണെങ്കിൽ അവർ 8% അടച്ചാൽ മതി, 2% ആരടയ്ക്കും, ഗവൺമെൻറ് അടയ്ക്കും. ഓക്കെ, എല്ലാ GST രജിസ്റ്റേർഡ് MSMEക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, GST രജിസ്റ്റർ ചെയ്യാത്ത MSMEക്ക് കഴിയത്തില്ല. അടുത്തത്, ഗവൺമെൻറ് പേയ്മെൻറ്റ്സ് ടു സപ്ലയേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് ആർ എ മേജർ സോഴ്സ് ഓഫ് ക്യാഷ് ഫ്ലോ എസ്പെഷ്യലി ടു SME ആൻഡ് MSME. അപ്പോൾ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് SMEക്കും MSMEക്കും കിട്ടുന്ന എവിടെ നിന്നാണ്, സപ്ലയേഴ്സിനും കോൺട്രാക്ടേഴ്സിനും ഗവൺമെൻറ് പേ ചെയ്യുന്ന വഴിയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ MSME എന്ന് പറയുന്നത് ഡിലേയ്സ് ഇൻ പേയ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ചില സമയത്ത് ഈ സപ്ലയർ SMEക്കും MSMEക്കും കറക്റ്റ് സമയത്തിന് ക്യാഷ് കൊടുക്കത്തില്ല. ചിലപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് സപ്ലയറിന് കൊടുക്കുന്ന ക്യാഷ് വളരെയധികം
എന്താ പറയുക താമസിച്ചായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഡിലേസ് മാറുകയാണെങ്കിൽ MSMEക്ക് വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവാം. മീൻസ് പൈസ കറക്റ്റ് ടൈമിന് കിട്ടുവാണെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റും ചെയ്യാം, സേവും ചെയ്യാം. ഓക്കെ, അതാണ് എൻ്റെ അടുത്ത കാര്യം. അടുത്തതെന്ന് പറയുന്നത് extend the pension benefit about 3 crore retail traders and smaller shopkeepers. അത് ഏത് സ്കീമാണ്? ന്യൂ സ്കീമാണ്, പ്രധാൻ മന്ത്രി കരം യോഗി മാൻധാൻ യോജന. സോ കരം യോഗി മാൻധാൻ എന്ന് പറയുമ്പോൾ ഓർക്കണം ആരാണ്? ട്രേഡേഴ്സ് ആൻഡ് സ്മോൾ ഷോപ്പ് കീപ്പേഴ്സിനാണ്. അവരുടെ ആനുവൽ ടേൺ ഓവർ 1.5 കോടിക്ക് താഴെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? പെൻഷൻ കിട്ടും. അത് 3 കോടി ആൾക്കാർക്കാണ് ഇപ്പോൾ അത് കിട്ടാൻ പോകുന്നത്. എൻറോൾമെന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കും, ആധാറും ബാങ്ക് അക്കൗണ്ടും, ബാക്കിയൊക്കെ സെൽഫ് ഡിക്ലറേഷൻ ആയിരിക്കും. അടുത്തത്, we recognize the investment driven growth requires access to low cost capital. It is estimated that India requires investment averaging rupees 20 lakh crores every year. ഓക്കെ, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇത്രയും ആവശ്യമാണ്, എന്നാലേ നമ്മൾ ഗ്രോ പോകത്തുള്ളൂ, മീൻസ് നല്ല ഗ്രോത്ത് ആവത്തുള്ളൂ. ദ നമ്പർ ഓഫ് മെഷേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ക്രെഡിറ്റ് ഗ്യാരണ്ടി എൻഹാൻസ്മെന്റ് കോർപ്പറേഷൻ റെഗുലേഷൻസ് പറയുന്നത് RBI വഴി നോട്ടിഫൈ ചെയ്യും. അത് 2019-20 വെക്കും. രണ്ടാമത്തത് action plan to deepen the market for long term bonds including for swaps ഉൾപ്പെടെ എല്ലാത്തിനും മാർക്കറ്റ് ഡീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അതായത് കോർപ്പറേറ്റ് ബോണ്ട് റിപ്പോസ് ആയാലും ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്സ് ആയാലും എന്തിനായാലും ഇൻഫ്രാസ്ട്രക്ചറിന് കുറച്ച് സ്പെഷ്യൽ ഫോക്കസ് കൊടുത്തിട്ടായിരിക്കും അത് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ്സ് ബൈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സിനും ഡെറ്റ് സെക്യൂരിറ്റിയിൽ പെർമിഷൻ കൊടുത്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ അത് ഇഷ്യൂ ചെയ്യുന്ന ആരായിരിക്കും? ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട് ആൻഡ് നോൺ ബാങ്കിങ് ഫൈനാൻസ് കോർപ്പറേഷൻസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ടാണ്. അത് സോൾവ് ചെയ്യുന്നതും ട്രാൻസ്ഫർ ചെയ്യുന്നതും സെല് ചെയ്യുന്നതും ട്രാൻസ്ഫർ ചെയ്യുന്നതും ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് ആയിരിക്കും വിത്തിൻ ദ സ്പെസിഫൈഡ് ലോക്ക് ഇൻ പീരീഡ്. ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്, അതിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യോ അല്ലെങ്കിൽ സെല് ചെയ്യോ ചെയ്യാം. ഓക്കെ, സോ ഈ 3 കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാനായിട്ട് ഇന്ത്യ കൊണ്ടുവന്നത്. ഒന്ന് ക്രെഡിറ്റ് ഗ്യാരണ്ടി എൻഹാൻസ്മെന്റ് കോർപ്പറേഷൻ ആണ്, നോട്ടിഫൈ ചെയ്യും RBI, അത് സെറ്റപ്പ് ചെയ്യും 2019-20. രണ്ടാമത്തെന്ന് പറയുന്നത് മാർക്കറ്റ് കുറച്ചുകൂടി ഡീപ്പൻ ചെയ്യും, ലോങ് ടേം ബോണ്ട്സിന് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഡീപ്പൻ ചെയ്യും. മൂന്നാമത്തെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട് നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷൻക്ക് FIIയും FPIയിലേക്കും അവർക്ക് ഇടാവുന്ന ഒരു കൊണ്ടുവരികയാണ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടും. ഓക്കെ, കോർപ്പറേറ്റ് ഡെപ്റ്റ് മാർക്കറ്റ്സ് എന്ന് പറയുന്നത് ക്രൂഷ്യൽ ആണ് ഇൻഫ്രാസ്ട്രക്ചറിന്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളത് ഡീപ്പൻ ചെയ്യുന്നത്. കോർപ്പറേറ്റ് ട്രൈ പാർട്ടി റെപ്പോ മാർക്കറ്റ് ഇൻ കോർപ്പറേറ്റ് ഡെപ്റ്റ് സെക്യൂരിറ്റീസ്, അപ്പോൾ അവരെ ഡീപ്പൻ ചെയ്യണം. അപ്പോൾ ഗവൺമെന്റ് ആരുമായിട്ട് വർക്ക് ചെയ്യും? RBIയോ സെബിയോ ആയിട്ട് വർക്ക് ചെയ്തിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് AA റേറ്റഡ് ബോണ്ട്സ് കൊളാട്രൽ ആയിട്ട് വെക്കാൻ പറ്റും എന്ന രീതിയിലേക്ക് ആക്കും. ഓക്കെ, പിന്നെ യൂസർ ഫ്രണ്ട്ലിനെസ് ഓഫ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഫോർ കോർപ്പറേറ്റ് ബോണ്ട്സ് വിൽ ബി റിവ്യൂഡ് ഇൻക്ലൂഡിംഗ് ഇഷ്യൂസ് റൈസിംഗ് ഔട്ട് ഓഫ് ക്യാപ്പിംഗ് ഓഫ് ഇന്റർനാഷണൽ സെക്യൂരിറ്റീസ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഇതാണ് ഇന്റർനാഷണൽ സെക്യൂരിറ്റീസ് ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. സോ അത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലും ആക്കും. അപ്പോൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് കൂടുതൽ എന്താ പറ്റും? ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടി ഡീപ്പൻ ആവും. ഓക്കെ, ഇൻക്രീസിങ് ദ മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ലിസ്റ്റഡ് കമ്പനി, അതായത് സെബിനെ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 25% 35% കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ലിസ്റ്റഡ് കമ്പനി എന്ന് വെച്ചാൽ ഈ SEBI ലിസ്റ്റ് എടുക്കുമല്ലോ, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ്, ആ ലിസ്റ്റിലുള്ള ലിസ്റ്റഡ് കമ്പനി, അവരുടെ മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് കൂട്ടാനാണ് പറയുന്നത്. അടുത്തത്, ആസ് എ കീ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ടു ദ ഇന്ത്യൻ എക്കണോമി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ എ ഹാർമനൈസ്ഡ് ഹാസിൽ ഫ്രീ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പീരിയൻസ് ഫോർ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. സോ ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് വെളിയിലുള്ള ഒരു ഫോറിനർ ചെയ്യുന്നതാണ്, അവർ ഒരു പോർട്ട്ഫോളിയോ എടുത്ത് അങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, പെട്ടെന്ന് എടുക്കാനും പറ്റണം, പിന്നെ നല്ല എഫക്റ്റീവ് ആയിരിക്കണം, അവർക്ക് ഹാസിൽ ഫ്രീ ആയിരിക്കും. ഹാസിൽ ഫ്രീ എന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് ആ ഒരു മീനിങ് അല്ല, അതിൽ ഒരുപാട് കറപ്ഷൻ ഉണ്ടാവാത്ത രീതിയിൽ കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ നോ യുവർ കസ്റ്റമർ നോംസ് FBI കൂടെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനും കൂടെ കൊടുത്തിട്ട് ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ ക്രോസ് ബോർഡർ ക്യാപിറ്റൽ ഫ്ലോസ് കോംപ്രമൈസ് ചെയ്യത്തില്ല, അതിൻ്റെ ഇൻറ്റഗ്രിറ്റി മാറുന്നില്ല. ഓക്കെ, ഇപ്പോൾ KYC കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആവും.
It is time to take out our capital markets closer to the masses and meets various social welfare. അപ്പോൾ സോഷ്യൽ വെൽഫെയർ ഒബ്ജക്റ്റീവ്സിന് കൊണ്ടുവരണം. അങ്ങനെയാണ് സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇത് RBIക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊണ്ടുവന്നു. സെബിയുടെ അണ്ടറിൽ സോഷ്യൽ എന്റർപ്രൈസസിനും വോളണ്ടറി ഓർഗനൈസേഷൻസിനും സോഷ്യൽ വെൽഫെയർ ഒബ്ജക്റ്റീവ്സ് കൊണ്ടുവരാനായിട്ട് കൊണ്ടുവന്ന സംഭവമാണ്. ഓക്കെ, അടുത്തത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ട്രഷറി ബിൽസിനും സെക്യൂരിറ്റീസിനും ഇഷ്യൂ ചെയ്യാനായിട്ട്, ഗവൺമെന്റിന് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട്. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്, അതായത് നമ്മൾ റീറ്റെയിൽ കാര്യം അവരൊക്കെ ഇൻവെസ്റ്റേഴ്സ് റീറ്റെയിൽ കാര്യങ്ങളിലേ ഇടുള്ളൂ. ഗവൺമെന്റ് കൂടെ ഇടാനായിട്ട് എഫേർട്സ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഇന്റർ ഓപ്പറബിലിറ്റി ഓഫ് RBIയും സെബിയും, RBIക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് സെബിയും ഡെപ്പോസിറ്റ് ചെയ്യാം, സെബിക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് RBIയും ഡെപ്പോസിറ്റ് ചെയ്യാം. ഒരുപാട് ഒട്ടും ബ്ലോക്ക് ഇല്ലാതെ തന്നെ സീംലെസ് ട്രാൻസ്ഫർ ഓഫ് ട്രഷറി ബിൽസും ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബിറ്റ്വീൻ RBI ആൻഡ് ഡെപ്പോസിറ്ററി ലെഡ്ജേഴ്സ്. അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് മെഷേഴ്സ് എടുക്കും എന്നാണ് പറയുന്നത്. പിന്നെ FDI ഇൻഫ്ലോസ് ടു ഇന്ത്യ ഹാവ് റിമെയിൻഡ് റോബസ്റ്റ് ഡിസ്പൈറ്റ് ഗ്ലോബൽ ഹെഡ്വിൻസ്. അപ്പോൾ ഇത്രയും ഗ്ലോബലി പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എപ്പോഴും വളരെ ഗ്രോത്ത് ഉണ്ടെന്നാണ്. അപ്പോൾ ഗ്ലോബൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 13% കുറഞ്ഞിട്ട് പോലും നമ്മൾ ശരിക്കും പിടിച്ചു നിൽക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇന്ത്യസ് FDI ഫ്ലോ എന്ന് പറയുന്നത് 6% ഗ്രോത്ത് ആണ്. ഗ്ലോബലി 13% കുറഞ്ഞിട്ടും ഇന്ത്യയിലേക്ക് ഉണ്ടായ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 6% ആണ്. സോ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതൽ ഏവിയേഷൻ, മീഡിയ, ഇൻഷുറൻസ് അതിലൊക്കെ FDI കൊണ്ടുവരാൻ നോക്കും. ഇൻഷുറൻസ് ഇന്റർമീഡിയറീസിലേക്ക് 100% FDI വരും. ലോക്കൽ സോഴ്സിംഗ് നോംസ് എന്ന് പറയുന്നത് FDIക്ക് ഇൻ സിംഗിൾ ബ്രാൻഡ് റീറ്റെയിൽ സെക്ടറിൽ ഈസ് ചെയ്യും. ഓക്കെ, ലോക്കലെ സോഴ്സ് മീൻസ് ലോക്കൽ ആൾക്കാർക്ക് മാത്രമേ, ഇന്ത്യൻസിന് മാത്രമേ പറ്റുള്ളൂ എന്നുണ്ടായുണ്ട്. അത് മാറ്റിയിട്ട് FDIക്കും പറ്റും. ഓക്കെ, സോ ഇത് ഇന്നത്തേക്ക് ഇത്രയും മതി, ബാക്കി നാളെ എടുക്കാം. സോ ഇന്ന് 9 pages ആയി. ഓക്കെ, സോ ഇന്നത്തെ സ്ലോ ആയി പോയെന്ന് തോന്നുന്നു. സോ എന്ത് ചെയ്യുക, 36ാമത്തെ പാരഗ്രാഫ് വരെ നല്ലോണം വായിക്കുക. ഞാൻ പറഞ്ഞ പോർഷൻസ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വായിക്കുക. 2-3 വായിച്ചതിന് ശേഷം ഓർമ്മ നിൽക്കാത്ത ഭാഗം മാത്രം എഴുതി വെക്കുക, ഓർമ്മ നിൽക്കാത്ത ഭാഗം മാത്രം. ഓക്കെ, ഒന്നേന്ന് വീണ്ടും വീണ്ടും വായിക്കുക. ബിക്കോസ് നമുക്ക് ചില പോയിന്റ്സ് ഒക്കെ വിട്ടുപോകും. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും വായിച്ചാലേ പറ്റൂ. സോ താങ്ക് യു ഫോർ ലിസണിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. സോ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ. ഇന്ന് ഇന്ത്യൻ ബഡ്ജറ്റ് ആണ് നമ്മൾ നോക്കിയത്. സോ ഇതിൽ കുറച്ച് ടേംസ് ഉണ്ട്, ആ ടേംസ് നോക്കിയാലും മതി. അപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ എക്കണോമി അതിൽ നമ്മൾ പഠിക്കാൻ പറ്റും. അതായത് FDI എന്തുവാ, FII എന്തുവാ, FPI എന്തുവാ, പിന്നെ CGEC എന്തുവാ, RBI എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, സെബി എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കാം. സോ താങ്ക് യു.